മൃഗതൃഷ്ണ കണ്ടുകൊണ്ട് മുന്നോട്ടോടും. And they look as animals and they run forward. നമ്മൾ വേനൽക്കാലത്ത് കണ്ടിട്ടുണ്ട് ദൂര സ്ഥലത്ത് ഇങ്ങനെ സമുദ്രം അല്ല വെള്ളം ഇങ്ങനെ കിടക്കുന്നതായിട്ട് തോന്നും. And when we look into the wilderness or desert, we can see far away there's water. ഈ മൃഗങ്ങളൊക്കെ വേനൽക്കാലത്ത് ഇത് വെള്ളം ആചരിച്ച് ദാഹിച്ച് അതിവേഗം മുന്നോട്ടോടും. And the animals in the desert and in the wilderness, they look to that what looks like water and they run towards it. പക്ഷേ ഈ വേനൽക്കാലത്ത് ഓടുന്ന ഈ മൃഗങ്ങൾക്ക് ഒരിക്കലും തൃപ്തി വരാറില്ല. ഓടുന്നോറും ഇത് അകന്നുകൊണ്ടേയിരിക്കും. And these animals, when they run forward to that water, they're never satisfied. They keep running on and on. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു കർത്താവ് നമ്മളോട് വിളിച്ചു പറഞ്ഞു. As I said before, Jesus said, "Whoever is thirsty, come to me and I will give you to drink." യേശുവിന്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. Anybody who comes to Jesus will never be thirsty again. ഈ ലോകത്തിൽ പാപം ചെയ്യിപ്പിച്ച് അവരുടെ സന്തോഷം നശിപ്പിക്കുക, അവരെ നരകത്തിൽ തട്ടിക്കളയുന്നുള്ള പിശാചിന്റെ പരിപാടി. And the enemy has only one purpose, that is to make the people of God sin and to destroy their happiness and their peace. എന്നാൽ ഈ സർദീസിലെ സഭയിലും പാപം അല്പമൊക്കെ അനുവദിച്ചെന്ന് എനിക്ക് തോന്നുന്നു. And I think in this the church of Sardis, the sin was allowed a little bit. അല്ലെങ്കിൽ പറയുന്നില്ലല്ലോ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ അവിടെ ഉണ്ടെന്ന്. And otherwise they would have not said that there are few people who have not defiled their garments yet. അവരെ കുറിച്ചാണ് കർത്താവ് എടുത്തു പറയുന്നത്. And God is speaking about them especially. ചർച്ചിൽ വന്നതുകൊണ്ട് മാത്രമായില്ല. And not just because you came to church. കേട്ടതുകൊണ്ട് മാത്രമായില്ല. Not only just because you heard the word of God. ജീവിതത്തിൽ ഈ കേൾക്കുന്ന ഉപദേശങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. You have to practice the word of God that you hear in the church. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയത്തുള്ളൂ. And only then you can keep your holiness in your life. അവർ എന്നോടുകൂടെ നടക്കും, അവർ വെള്ളം ധരിക്കും. And they will walk with me and they will wear white. അവർ ജയാളികളായിരിക്കും. They will be victorious. അവരാണ് ജയാളികൾ, അവരാണ് ദൈവത്തിന്റെ മക്കൾ. And they are victorious and they are the children of God. ചർച്ചിൽ വരുന്ന എല്ലാവരും ദൈവത്തിന്റെ മക്കളാകണം നിർബന്ധമില്ല. And every person who comes to the church is not a son of God. ഞാൻ ആലൻ ചർച്ചക്കോടിനെ കുറിച്ച് അല്ല പറയുന്നത്, ഇവിടെയുള്ള അനുഗ്രഹീതരായ ദൈവമക്കളെ ഓർത്ത് കർത്താവിന് സ്തോത്രം I'm ചെയ്യുന്നു. not talking about the church of God in Allen. I praise God for the people here. പാസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നത് പോലെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ നല്ല പരിചയം പ്രാഗൽഭ്യമുള്ള ദൈവത്തിന്റെ ഭൃത്യന്മാര് ഈ സഭയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And I praise God for the members that they have that are capable enough to preach like a pastor. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. And may the Lord's name be raised. And ദൈവത്തിന്റെ സഭയിലുള്ള ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ അനേക പ്രാവശ്യം കേട്ടു. We need to maintain the holiness in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവിക വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. And what the children of God and the church of God should do is to maintain their holiness, and we have heard this many times. 1 പത്രോസ് 1:14, 15, 16 കാണുവാനായിട്ട് കഴിയും. And 1 Peter chapter 1 verse 14 through 16. ഒന്ന് വായിക്കാമോ? പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. And as obedient children, not fashioning yourself unto the former lust in your ignorance, but as ye have called you is holy, so be holy in all matter of conversation, because it is written, ye be holy, for I am holy. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരണമുള്ള മക്കളായി. And because here it's written as obedient children. അതിനർത്ഥം അനുസരിക്കാത്ത മക്കളുണ്ടെന്നല്ലേ? And that means there are unobedient children. ദൈവസഭയിലെ സകലരും ദൈവവചനത്തിന് മുമ്പാകെ അനുസരിക്കുന്നവരായിരിക്കും. And every person in the church should be obedient before the word of God. അവർ ദൈവദാസന്മാരെ അനുസരിക്കുന്നവരായിരിക്കും. And there will be people who will obey the word preachers. അവരെ ബഹുമാനിക്കുന്നവരായിരിക്കും. And they will respect the pastors. കാരണം ദൈവദാസന്മാരെ ദൈവമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. And because the pastors are appointed by God. അതിനകത്തൊരു മാനുഷിക വശം ഉണ്ടെങ്കിലും ദൈവമാണ് ആത്യന്തികമായി കാര്യങ്ങൾ And even ചെയ്യുന്നത്. if there's a human side to it, the appointment is done by God. അപ്പം ദൈവത്തിന്റെ മക്കൾ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. And so we have to keep holiness as the children of God. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ഹെവൻലി കൾച്ചർ ഉണ്ട് ദൈവമക്കളെ. And here it's written that we have a heavenly culture. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ മറ്റുള്ളവരെ പോലൊക്കെ തന്നെയാണെന്ന്. And we sometimes think that we are like any other person. നമ്മൾ മറ്റുള്ളവരെ പോലെ കഴിക്കുന്നു, വസ്ത്രം എടുക്കുന്നു, നമ്മൾ ജോലി കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ അതിലെല്ലാം വ്യത്യസ്തമായി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ചില വിശുദ്ധിയുടെ പ്രമാണങ്ങളുണ്ട്. And if we drink, we eat, we dress like any other person, but there's something special that we have, is that we keep the commandments of the Lord. അത് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച വിശുദ്ധിയുടെ ഉപദേശമാണ്. And that's the gospel, that's the doctrine that we receive from Jesus. ഇത് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. And it is beyond our thoughts. അത് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. And we are being given to this by faith. യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ച ദൈവിക വിശുദ്ധിക്കായി നമ്മുടെ കർത്താവിനെ സ്തോത്രം And ചെയ്യാം. let's praise God for the holiness that we receive from Jesus. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്നും
പോരാടുന്നവരായിരിക്കണം. And so we should always be striving for that holiness in our life. ഞങ്ങൾ താമസിച്ച വീടിന്റെ ബാക്ക് യാർഡിൽ ഒരിക്കൽ പോയിസൺ ഐവി വന്നു. And there was poison ivy in our backyard where we once lived. ഞാനൊരിക്കൽ അവിടെ യാർഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് കഴിയുമ്പോൾ എന്റെ ദേഹമെല്ലാം ഇങ്ങനെ ഇച്ച് ചെയ്ത് റെഡിഷ് ആയി. And I was mowing the backyard, but then after some time my whole body got itchy and reddish. രാത്രി കിടന്ന് ഭയങ്കരമായിട്ട് ചൊറിയുന്നു, ഭയങ്കര റെഡിഷ് ആയിരുന്നു. പക്ഷേ ലോൺ മൂവ് ചെയ്തതിനു ശേഷം അതുണ്ടായത്. And after I mowed the lawn, I was having itchiness in my body and it was all reddish. പക്ഷേ ഞാൻ ഡോക്ടറെ അടുത്ത് ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇത് കണ്ടപ്പോഴേ പറഞ്ഞു ഇത് പോയിസൺ ഐവി ആണല്ലോ എന്ന് പറഞ്ഞു. And when I went to the doctor immediately said that's poison ivy. അതിനുശേഷം ഞാൻ പോയി കണ്ടുപിടിക്കാൻ നോക്കാം ഈ പോയിസൺ ഐവി എന്ന് പറഞ്ഞ ആശാൻ എവിടെയായിരിക്കും. And then I was looking at my backyard where this poison ivy is. എല്ലാം ഗ്രീനിഷ് ആയിട്ട് ബാക്ക് യാർഡിലുണ്ട്. And everything is greenish in the backyard. ഞാൻ എന്നിട്ട് പോയി ഒരു സെർച്ച് ചെയ്ത ശേഷം ഇതിന്റെ ഇമേജ് എല്ലാം കണ്ടുപിടിക്കും, ഇത്രയുള്ള ഇലയാണെന്ന് കണ്ടുപിടിക്കും. And I went to and found out how the leaf of the poison ivy looked like. അതിപ്പോൾ താമസിക്കുന്ന വീടല്ല, ഒരു പഴയ വീടായതുകൊണ്ട് യാർഡ് അത്ര ക്ലീൻ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇതിനകത്ത് ഇതുകൂടെ കിളുത്ത് വന്നത്. And it was because I was living in an old home and the backyard was not that clean. കണ്ടതിന് ശേഷം ഞാൻ പോയി അതിന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ സ്പ്രേ ചെയ്തു, അതിനെ കിൽ ചെയ്തു. And after I found out, I went to the store to buy medical treatment for that and I sprayed on it and killed it. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ അങ്ങ് പോയി എന്ന് വിചാരിച്ചു അവിടെ സമാധാനത്തിരിക്കുക. And I was happy that it was gone. കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ അവിടെ ചെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ നിന്ന സ്ഥലത്തല്ല കുറച്ച് അപ്പുറത്ത് മാറി ഇവൻ തല പൊക്കിയിരിക്കുന്നു. And after some time I went and looked, it was not there where I had sprayed, but after a few meters away it had come up. ഞാൻ അതിനെ തൊടാതെ വേറെ ചില ആയുധങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ഹെഡ് ഇല്ലാതാക്കിയതിനു ശേഷം ഞാൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. And after I did not touch it, but after using some equipments to destroy the head of it, I came home. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കണ്ണു വെക്കുന്നുണ്ട്, ഇവൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെന്ന് അറിയാൻ. And I'm looking at my backyard where it's coming up again. കുറച്ച് കഴിഞ്ഞപ്പോൾ അല്പം മാറി വേറെ ഞാൻ എന്റെ ഒരു വരുന്നുണ്ട്. And again after a little far from that place, a new leaf is coming up. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയില്ല, ഇവന്റെ വേരുകൾ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തു. And I did not stop there. I went wherever the roots of that poison ivy was. I treated that place. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, പിന്നെ പോയിസൺ എവിടെ നാമോ അവിടെ പിന്നില്ല. And then I was looking at the backyard, but there was no poison ivy anymore. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പാപത്തിന്റെ പ്രവൃത്തികൾ. And this is how exactly sin works in our life. ഒരു സന്ദർഭത്തിൽ ഇവൻ ഒതുങ്ങി ഇരുന്നിരിക്കും, പക്ഷെ അവസരം കിട്ടുമ്പോൾ ഇവൻ പതുക്കെ തല. One moment it might be down, but the next moment when it has an opportunity it will come up. ചിലപ്പോൾ ജോലി സ്ഥലത്തിൽ മറ്റുള്ളവരോട് ഇരിക്കുമ്പോഴായിരിക്കും ഇവൻ അവിടെ സംസാരത്തിൽ കൂടെ മനോഭാവത്തിൽ കൂടെ അവൻ തല പൊക്കും. And maybe when we are talking at our job and we are talking with our colleagues there, at that time they will bring his head up. ചിലപ്പോൾ ഇന്റർനെറ്റിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇടത്തും വലത്തും ആരുമില്ല, അവിടെ ഒരു സൈറ്റിൽ പോകാനായിട്ട് പതുക്കെ തല പൊക്കി. And when we are sitting on the internet, there's nobody on the left or the right, then suddenly we have to go to that site. കുഞ്ഞുങ്ങളെ സ്കൂളിലായിരിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വസ്ത്രധാരണം ചെയ്തുകൊണ്ട് എനിക്കും അങ്ങനെ ചെയ്താൽ എന്താണെന്നോ പതുക്കെ അവിടെ ഒരു തല പൊക്കി. And the kids go to school and many kids, the friends dress like that and I want to dress like that too. യേശുവിന്റെ സ്നേഹം അകത്തു വന്നാൽ ആ ഡിവൈൻ ട്രീറ്റ്മെന്റ് എടുത്താൽ പിശാചിന്റെ ദുഷ്ട അന്ധകാര ശക്തിയെ എന്നേക്കുമായി ഇറാഡിക്കേറ്റ് ചെയ്യുവാൻ കഴിയും. And once you have the love of Jesus Christ in your life, then you can eradicate that sin in your life forever. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നതിന് നിന്റെ വചനത്തെ എന്റെ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കുന്നു. And that's when the word of God says, so that I may not sin against you, I have kept your statutes on my heart. കമ്പ്യൂട്ടറിനകത്ത് നോട്ടൻ സിസ്റ്റം ആ സോഫ്റ്റ്വെയർ എന്തിനു ചെയ്യും, എവിടെയെങ്കിലും വൈറസ് വരുന്നുണ്ട് കണ്ടുപിടിക്കാനാണ്. And what does Norton do in a computer? It detects the viruses. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കേൾക്കണം, അത് ധ്യാനിക്കണം, അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. And that's why we say that we have to hear the word of God, we have to meditate on it, and then we have to practice this in our life. അപ്പോൾ പാപം ഏതുവഴി എങ്ങനെ വരുന്നോ ഉടനെ കാണാം അവിടെ അതിനോട് ബൈ പറയാൻ കഴിയും. And then so we can suddenly detect where the sin is coming from and we can say bye to it. അപ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. And in our life we have the responsibility to maintain a holy life. ദൈവസഭയിലുള്ളവർ അവരുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം കാത്തു സൂക്ഷിക്കണം. And the people in the church should maintain a holy life in their life. ഇത് ദൈവസഭയിലുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. And that is the responsibility of the people in the church. രണ്ടാമതായിട്ട് ദൈവാത്മാവ് എന്റെ പക്കൽ തന്നത് മെയിൻറ്റെയിൻ ദ യൂണിറ്റി. And secondly, what Spirit of God told me was to maintain unity. അപ്പോസ്തല പ്രവൃത്തി 4:32 വായിച്ചാൽ ആദിമ പെന്തക്കോസ്ത് സഭയുടെ വളർച്ചയെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. And when we read in Acts chapter 4 verse 32 we can see the unity in Christ. ഫിലിപ്പിയ ലേഖനം 2:2 1-2 വാക്യത്തിൽ ഇത് കാണുവാനായിട്ട് കഴിയും. Philippians chapter 2 verse 1 and 2 we can see
see the unity. അവർക്ക് ഒരു ലക്ഷ്യമായിരുന്നു, ഒരു ദർശനമായിരുന്നു, ആ യേശുവിന്റെ ശക്തിക്ക് വേണ്ടി, യേശുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. And they had only one aim in their life. They had one thought, that they had to work for the power of Jesus. വിശ്വസിച്ചവരുടെ ഹൃദയം ഒന്നായിരുന്നു എന്നാണ് ആദിമ പെന്തക്കോസ്തിനെ കുറിച്ച് പറയുന്നത്. And in the first Pentecostal, we can see that those who believed, their hearts were one. ദൈവമക്കളെ, നമ്മൾ ചർച്ചിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആരും നമ്മളെ ഷോ ഓഫ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാറില്ല. And children, when we come to church, we should not show off ourselves. ഈ ചർച്ചിൽ അനേകരും എല്ലാവരും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ആരും പറയാതെ ചെയ്യുന്നത് ഞാൻ കണ്ടു. And I saw many people in this church who had many responsibilities and they didn't say anything, but they did it. ഓരോരുത്തരും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. And I saw other people respecting each other. ആരും പരസ്പരം പറയാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. And I saw people without saying or speaking, they were doing each other. ഞാൻ ദൈവത്തിലുള്ള വിശ്വാസത്താൽ പറയുന്നു, ഈ സഭയ്ക്ക് ഒരു ഭാവിയുണ്ട്. And let me tell you, with the faith in God, that this church has a future. കഴിഞ്ഞ ദിവസം ഞാൻ പാസ്റ്റർ ഈശോ അങ്കിളിനോട് ഞാൻ സംസാരിച്ചു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു നല്ല ഒരു തലമുറയെ ഈ സഭയിൽ നിന്ന് വാർത്തെടുക്കണം. And as I was talking to each of our brother here, he said that we have to lay a foundation for a very, very strong generation. അതാണ് നല്ലൊരു ദർശനം എന്ന് പറയുന്നത്. And that's a good vision. അത് നമ്മുടെ ഇടയിൽ യൂണിറ്റിന് ആവശ്യമാണ്. And that will make unity in us. ഓർത്തു നോക്കണം, ദുഷ്ടപിശാച് ഐക്യതയെ തകർക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നാളുകളിൽ. And remember that the spirit of evil spirit is trying to destroy the unity in us. ഞാൻ ചെറുപ്പത്തില് ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ട് പോലും എന്തോ അതുപോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു. And when I was a young kid, I never heard of a word divorce. ഇപ്പൊ അത് നമ്മുടെ മലയാളി സമൂഹത്തിൽ ഒരു ഫാഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. And now in the Malayali community, it's a fashion. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുഴപ്പമില്ല, ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാമെന്ന് അവരുടെ വിചാരം. And the kids also think that if you don't like it anymore, then you can divorce it. ദൈവം അനുവദിച്ചിട്ടില്ല. And Jesus did not let that happen. ദൈവം കൂട്ടിച്ചേർന്ന് വേർതിരിക്കുന്നത് ആര്? And when God creates two people together, who separates them? ഇന്നത്തെ സഭകളിൽ ഡിവോഴ്സുകാർ പതുക്കെ കയറി വരുന്നുണ്ട്. And in today's churches, divorce is coming up. ഞാൻ പറയുന്നത് വിശുദ്ധിയുടെ ഉപദേശം സഭകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And I say that we have to preach the doctrine of holiness in our churches. ഒരാൾ പിണങ്ങി മാറിപ്പോയതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള മരണപര്യന്തം, അടുത്ത ആളിന്റെ മരണപര്യന്തം ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കണം. And I'm not talking about being separated due to depression or grief, but that such people have to live as singles in the whole life. വേദശാസ്ത്രികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പോലും വിവാഹം കഴിച്ചില്ലെന്നുമുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വൈഫ്, അദ്ദേഹം വിവാഹിതനായതുകൊണ്ട് തനിക്കുള്ള ദർശനത്തിൽ നിന്നതുകൊണ്ട് തന്നെ വിട്ടുപോയെന്നും അഭിപ്രായമുണ്ട്. And because some scholars say that Apostle Paul was married or was not married, and because he had the vision that of preaching the gospel, his wife had left him. നമ്മൾ ദൈവദർശനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപക്ഷേ നമ്മുടെ കൂട്ടാളി നമ്മുടെ കൂടെ വന്നില്ലെന്നിരിക്കാം. And then when we are standing for the gospel of God, maybe our partners may not come with us. ചില വീടുകളിൽ അവരെ ഉപേക്ഷിച്ചിട്ട് പോയ കേസുകളുണ്ട്. And there are many cases where the partners have rejected their partners for standing for gospel. അതിന് ഉത്തരം വേറൊരാളെ പോയി വിവാഹം കഴിക്കണമെന്നല്ല. And that does not mean you have to go and marry someone else. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. And you have to pray with faith. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അവർക്കുള്ള മനസ്സിൽ വ്യത്യാസം വരുത്തും. God today or tomorrow they might bring a difference in their heart. അതാണ് നമ്മുടെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. And there's nothing impossible to our God. അദ്ദേഹം എനിക്കെതിരാണ് എന്ന് പറഞ്ഞ് മാറിപ്പോയി വിവാഹം കഴിക്കുന്നത് അല്ല എന്റെ കൺക്ലൂഷൻ. And the conclusion is not that you marry someone because your ex-partner is mad with you. ഇന്നത്തെ സഭയിൽ വിശുദ്ധിയുടെ ഉപദേശം കാര്യമായി പ്രസംഗിക്കപ്പെടുന്നില്ല. And today the churches are not preaching the doctrine of gospel. അവർ വിചാരിക്കുന്ന ആൾക്കാർ പ്രണങ്ങും, അവർ മറന്നു പോകും, അതുകൊണ്ട് അത് പ്രസംഗിക്കാതിരിക്കുകയാണ്. And the people are not preaching because they think that people will reject them. യേശുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വിശുദ്ധ ജനത്തെ ചേർത്ത് വരുന്നു. And Jesus is coming to receive the people who are living according to His will. ഐക്യതയെ തകർക്കുന്നത് കൊണ്ടാണ് അവിടെ ഡിവോഴ്സ് ഉണ്ടാകുന്നത്. And because unity is broken, divorce enters. ഈ ലോകത്തിന്റെ ഗവൺമെന്റ് അതിന് ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഉത്തരം നിർത്തിയിരിക്കുകയാണ്. And today's government has stopped it at divorce. ഒരു സഭയിൽ പ്രശ്നമുണ്ട്, അവിടുന്ന് മാറി വേറെ ചർച്ചിലോട്ട് പോവുകയാണ്. And there is some problem in a church, then you leave that church and go to some other church. അവിടെ തന്നെ നിന്ന പ്രശ്നം പരിഹരിക്കണം. And you have to stand there and solve that problem. ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ ആശയ വ്യത്യാസമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചൊന്നിച്ച് മുട്ടുമടക്കണം. And if there's a difference in purpose in the husband and wife, they have to come together and pray and make that one. ഭാര്യ ഭർത്തൃ ബന്ധത്തെ അകറ്റി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ അനാഥമായി തീരുന്നതിന് വേണ്ടിയാണ് പിശാച് ചെയ്യുന്നത്. And if husband and wife are divorced and if they're separated, the children are orphan, that's what the evil one wants us to do. പാപം ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ കണ്ടല്ലോ, സുബോധം വന്നിട്ട്
അവൻ ഇങ്ങനെ ചിന്തിച്ചു എന്നാണ് മുടിയപുത്രനെ കുറിച്ച് നമ്മൾ കേട്ടത്. And here we heard about the prodigal son, that because after he had sinned, he had sorrow in his life. അപ്പൊ അതുവരെ അദ്ദേഹത്തിന് സുബോധം ഇല്ലായിരുന്നു. And until that time, he did not have the epiphany. ഇംഗ്ലീഷ് പറഞ്ഞത് he came back to his senses എന്നാണ്. And in English, it says that he came back to his senses. അന്നേരമാണ് മനസ്സിലായ താൻ സ്വർഗ്ഗത്തോടും തന്റെ പിതാവിനോടും തെറ്റ് ചെയ്തു എന്നുള്ളത്. And he understood that he had sinned against the Father and heaven. നമ്മുടെ ഇടയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. അവർ ദൈവത്തോടും മനുഷ്യരോടും തെറ്റ് ചെയ്ത് ദൈവമേ അവരോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. And if there's someone among us who we have to ask God to forgive them and also forgive them ourselves. നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവം ചുറ്റുപാട് വന്നിരിക്കും. പക്ഷേ യേശുവിന്റെ അകപ്പ സ്നേഹത്തിൽ നമ്മൾ പ്രവർത്തിക്കൂ, നമ്മൾ പ്രാർത്ഥിക്കൂ. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. And the people near to earth might have heard us, but we have to stay in the gap in love of Jesus and we have to love them. ഈ സഭയിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന യൂണിറ്റിക്കായി ഐക്യത ഞാൻ കർത്താവിന് സ്തോത്രം And ചെയ്യുന്നു. praise God for the unity that God has put in this church. ആദിമ അപ്പോസ്തലന്മാർ ഐക്യതയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങിയെന്നാണ് വായിക്കുന്നത്. And the word of God says when the apostles came together in unity and when they prayed, the place where they sat was shook. പൗലോസിനെ ശീലാസിനെ കാരാഗൃഹത്തിൽ അടച്ചു. പക്ഷേ അവരെ അടച്ച കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുക്കിയവരാണ് നമ്മുടെ കർത്താവ്. Paul and Silas were thrown into dungeons, but when they worshipped, the foundation of that jail was broken. നമ്മുടെ കർത്താവ് ജയാളിയാണ്. And our God is a victorious God. രോഗങ്ങളിട്ട് കഷ്ടങ്ങളിട്ട് നമ്മുടെ സന്തോഷത്തെ കെടുത്താൻ പിശാച് ശ്രമിച്ചെന്നിരിക്കാം. And the enemy might put troubles and sickness in our life and try to extinguish our peace. പക്ഷേ യേശു കർത്താവ് ചെയ്തതുപോലെ ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്താൽ മതി. And we all have to do just as Jesus did, with just a small prayer. യേശുവിനെ ക്രൂശിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്തതെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. And Jesus said, Father, they do not know what they are doing, so please forgive them. കഴിഞ്ഞ ദിവസം എന്റെ മോന്റെ വണ്ടിയിൽ നിന്നും അത് തുറന്നു കിടക്കാണോ ഇല്ലയോ അതിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോൺ ആരോ മോഷ്ടിച്ചോണ്ട് പോയത്. And I don't know if the car was open or not, but my son's in my son's car, somebody stole a phone from my son's car. പെട്ടെന്ന് ഇനിഷ്യലി നമുക്ക് വരാൻ സാധ്യതയുള്ള അദ്ദേഹത്തോട് വിദ്വേഷവും ദേഷ്യമാണ്. And suddenly the reaction that we will have is anger against them. ഞാൻ ഉടനെ ആളിനോട് യേശുവിനാണ് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. And I first prayed for that person, saying, Jesus forgives you. കർത്താവേ മോന്റെ ഫോൺ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, യേശുവിന്റെ നാമത്തിൽ അദ്ദേഹത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. And Father, no matter if my son's phone is lost, but in the name of Jesus, I bless that person. അദ്ദേഹത്തോട് മുട്ടുമടക്കൊന്നും വരുന്നു. And he didn't come and bow down before me. And he took the phone and went somewhere. പക്ഷേ വിശ്വാസത്താൽ അദ്ദേഹത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. But by faith, I blessed him and prayed for him. എനിക്ക് ഫോൺ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല കർത്താവേ, അദ്ദേഹം നിത്യത്തിൽ കാണണമെന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. And I said, it doesn't matter if the phone is lost, but I want to see him in eternity. നമ്മളെ അപ്സെറ്റ് ആക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്നിരിക്കും, പക്ഷേ ക്രിസ്തുവിന്റെ അഗാപ്പയിലെ സ്നേഹത്തിൽ നമ്മളായിരിക്കും. And there might be problems in our life that upsets us, but we have to have that agape love in our life. നമ്മുടെ ചർച്ചിലെ ലീസ്റ്റ് ആയിരിക്കും. ഞാൻ സാറിന് പറയാറുണ്ട്, ഞങ്ങളുടെ ചർച്ചിലെ I am the least. And you say that in my church, that I'm the least in my church. ഞാൻ ചർച്ചിലെ somebody ആകുമ്പോൾ പ്രോബ്ലം വരുന്നത്. And when you become somebody in the church, that's when problems start. എല്ലാവരും I am the least ആണോ, ആ ചർച്ച് എപ്പോഴും യൂണിറ്റിയിലായിരിക്കും. And if everyone is I'm the least, then there will be unity in the church. പക്ഷേ ഏത് ഉത്തരവാദിത്വം വീഴുമ്പോഴും ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ആളായിരിക്കും മുന്നിൽ പ്രവർത്തിക്കാൻ ഉണ്ടായിരിക്കുന്നത്. But if there's a responsibility, the least person will be ready to do it. ഞാൻ ചർച്ചയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ആരും താങ്ക്സ് പറയേണ്ട കാര്യമില്ല. And when I do something for the church, then nobody has to thank me for that. പണ്ട് വിചാരിച്ചു അയ്യോ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് താങ്ക്സ് പറയണമെന്ന്. And I thought earlier that when I do something, I want to be appreciated for that. പറയുന്നേ പറഞ്ഞോട്ടെ. And if they are saying thanks, then let them. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ താങ്ക്സ് പ്രതീക്ഷിക്കരുത്. But don't expect thanks for the things that you're doing for God. കാരണം താങ്ക്സ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് താങ്ക്സ് പ്രതീക്ഷിക്കുന്നത്. And because when we are expecting thanks, we are doing things for men. നമ്മൾ ദൈവത്തിന് നമ്മൾ ചെയ്താൽ ദൈവം അറിയുന്നുണ്ട് ഈ ലോകത്തിൽ ആരുടെയും താങ്ക്സ് വേണ്ട. And when we are doing something for God, God knows that we don't need a thanks from anyone in this world. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. And what I'm saying is we have to keep holiness in our life. നമ്മുടെ ജീവിതത്തിൽ ഐക്യത കുടുംബത്തിലും സഭയിലും കാത്തു സൂക്ഷിക്കണം. And we have to keep unity in our church, in our family. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം waiting for the baptism of the Holy Spirit. And the third thing that we have to do is wait for the baptism of the Holy Spirit. അത് അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയും, 1:4 8 കാണുവാൻ കഴിയും. In Acts chapter 1 verse 4 and 8 we can see that. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ
സ്ഥലം വിട്ടു പോകുവാൻ യെരൂശലേം വിട്ടു പോകാതെ ഇവിടെ എന്നോട് കണ്ട പിതാവിന്റെ ഓർത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. And Jesus said, you stay in Jerusalem until you receive the power from above. ഇവിടെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യുന്ന ടീമിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം And I praise ചെയ്യുന്നു. God for the children who play the instruments and the praise and worship team. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ ശുശ്രൂഷയും തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം പ്രാപിക്കണം. And right before any worship starts, we have to have the presence of God, the anointing of the Holy Spirit. രക്ഷിക്കപ്പെടുന്നു സ്ഥാനപ്പെടുന്നു നമ്മുടെ ഭാഗത്തെ സഹകരണമാണ്. And being baptized and saved is a part that we have to do. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവ് നമുക്ക് തന്ന But the ഗിഫ്റ്റാണ്. anointing of the Holy Spirit is a gift from above. സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മുടെ മേലെ ഇടുന്ന ഒരു സ്റ്റാമ്പാണ് ഇവൻ എന്റെ പുത്രൻ ഇരിക്കട്ടെ, അതാണ് സീല. And that whole anointing of the Holy Spirit is a stamp that God puts on us saying that this is my son. അഭിഷേകം പ്രാപിക്കാത്ത ഉള്ളിൽ ഒരു ചെറിയ പെയിൻ ഉണ്ട്, അതെനിക്കറിയാം. And I know those people who have not had anointing yet have a small pain in their ഞാൻ എന്റെ heart. സ്വന്തത്തിൽ നിന്ന് പറയുകയല്ല. And I'm not talking about from myself. രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക എന്ന് പറയുന്നത് ദൈവവചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നതാണ്. But our response to word of God is being saved and being baptized. ഇത് വീണ്ടെടുപ്പ് നാളിന് വേണ്ടിയുള്ള സ്വർഗ്ഗത്തിന്റെ ഒരു പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. And that is a seal for the time of resurrection in our life. ഒറ്റ പാസ്റ്റർക്ക് ചെയ്യാനൊക്കത്തില്ല, ഈ ലോകത്തിലെ ആർക്കും ചെയ്യാനൊക്കത്തില്ല. പരിശുദ്ധാത്മാവ് പിതാവായ ദൈവം താൻ ചെയ്യപ്പെടുന്നതാണ്. And no pastor in this world can do that for you. Only God can put that seal of Holy Spirit in you. കാരണം ഇവൻ എനിക്കുള്ളത് ഇവൾ എനിക്കുള്ളത് ഞാൻ ഇവനെ പൊക്കിയെടുക്കും. And because that means that this is my son, this is my daughter, and I will bring him up. ഒരു ചെറിയ പെയിൻ ചിലർക്കെങ്കിലും ഉണ്ട്. And if there's some people with a little pain, അത് ദോഷമല്ല, അത് പരിശുദ്ധാത്മാവ് തന്നതാണ്. and that is not bad, that's given by Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിൽ കിട്ടുവോളം കർത്താവേ ഞാൻ കാത്തിരിക്കും കാത്തിരിക്കും എന്നൊരു പ്രാർത്ഥന ഇന്ന് ആരംഭിക്കട്ടെ. And you start a prayer saying, until I receive that anointing, I will keep praying and I will keep praying. രണ്ട് അന്യഭാഷ കൊണ്ട് നിൽക്കുന്നതല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. And the anointing of the Holy Spirit does not end with 2 times saying of tongues. അത് എക്സ്റ്റേണൽ എവിഡൻസ് ആണ്. And it is an external evidence in your ഒരു life. വണ്ടി ഓൺ ആക്കിയാൽ ഒരു ശബ്ദമുണ്ട്. And if you turn a car on, there's sound. പക്ഷെ ശബ്ദം കേട്ടാൽ കാര്യം അങ്ങോട്ട് മാറി എന്ന് വെച്ചാൽ വണ്ടി ഓണായോ? ഇല്ല. And if you just hear that sound, does it work? ആ സൗണ്ട് കേട്ടതാണ് ആ വണ്ടി ഓൺ ആയതിന്റെ എവിഡൻസ്. And that sound that you hear is the evidence that the car has been turned on. അപ്പോൾ അന്യഭാഷയിൽ നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇറ്റ്സ് an external evidence. അത് ഔട്ട്സൈഡ് ലക്ഷണമാണ് ആളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. And when we are worshiping the Lord in tongues, that is an external evidence that we have been blessed with the Holy Spirit. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ യാതൊരു ശക്തികൾക്കും ആളിനെ തളർത്തുവാൻ കഴിയത്തില്ല. And if once you receive that power of the Holy Spirit, then there is no power in this world that can make that person weary or tired. പത്രോസ് ഒക്കെ വെറും ഒരു മീൻകാരനായിരുന്നു പഴയ ജോലിയില്. Peter was just a fisherman in his job. പക്ഷേ ഈ പുരോഹിതന്മാരുടെ സദൂക്യരുടെ ശാസ്ത്രിമാരുടെ മുന്നിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? And have you seen him preach before the Sadducees and the Pharisees and the high priests? നേരത്തെ പത്രോസ് ഒരു ബാല്യക്കാരന്റെ മുമ്പാകെ തള്ളിപ്പറഞ്ഞ യേശുവിനെ, And earlier he rejected Jesus before a small പക്ഷേ child. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ വരുമ്പോൾ But when we come to